ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവൻ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് വീരപാണ്ടി പിരിവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നമ്മളിത് ആ ജംഗ്ഷനിൽ നിൽക്കുവാണ്. ഇനി അടുത്തത് ബസ്സിൽ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഈ വിൻഡോയിൽ കൂടെയുള്ള കാഴ്ചയൊക്കെ മനോഹരമായിരുന്നു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഊട്ടിയിലെത്തിയിട്ട് കാണാം. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് വന്നത് ഊട്ടിയിലാണ്. അപ്പോൾ അന്ന് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഈ ഒരു റൂമിലാണ് നമ്മൾ ഊട്ടിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചീപ്പ് റേറ്റിൽ തന്നെ റൂം കിട്ടിയിട്ടുണ്ട്. നല്ല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു ചായ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അന്നത് ദിവസം പോക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ലാസ്റ്റ് ടൈം സ്റ്റേ ചെയ്തെടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരുന്നു നമുക്ക് ഊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൂരിയും കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ അടുത്തതായിട്ട് പോകുന്നത് തണ്ടർ വേൾഡിലേക്കാണ്. നിങ്ങൾ വാക്സ് ബസ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാണ് വാക്സ് ബസ്. ఈ బాహుబలి గురించి భయపడుతున్నావా? വാക്സിൻ ബസ്സിൽ കയറിയൊക്കെയാണ് ഫസ്റ്റ് കാണുന്നത്. ബാഹുബലിയിലെ പ്രവാസിലെ പ്രത്യേകമാണ് കാണുന്നത്. കറക്റ്റ് ജീവൻ തുടങ്ങുന്ന രീതി ചെയ്തേക്കുന്നത്. ഇവിടെ സ്റ്റാച്യൂസ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം കറക്റ്റ് ഡിക്റ്റോ ഫിഗേഴ്സാണ്. നിങ്ങളൊന്ന് കാണിച്ചു തരാം ആദ്യം, മനസ്സിലാക്കും.
தமிழ் படங்களை எங்க மறந்து வச்சுக்கிட்டு மியூசியம் முறுக்கிக்கிட்டு கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலியா நினைச்சியாடா கபாலிடா 25 வருஷத்துக்கு ഇല്ല, പിന്നെ എത്രയായി? 1300. Nejamanda senja baba Murisa wa mele vedete pasan nelelum pindan. ഇത് ആദ്യകാലം തൊട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്യാമറകളുടെ ഒരു കളക്ഷനാണ്. പണ്ട് തൊട്ടുള്ളത് തൊട്ട് ഇപ്പോഴത്തെ മോഡേൺ ക്യാമറാസ് വരെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതൊരു 5D ഷോ കണ്ടതാണ്. ഇത് ദിനോസർ പാർക്ക്. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സ്നോ വേൾഡിലേക്കാണ്. അത് അത്യാവശ്യം നല്ലൊരു അനുഭവമാണ് സ്നോ വേൾഡ്. പക്ഷേ ലാസ്റ്റ് ടൈം വന്നതുപോലല്ലായിരുന്നു നമുക്ക് മൊത്തത്തിൽ തണ്ടർ വേൾഡ് ഫീൽ ചെയ്തത്. ആൾക്കാരും കുറവാണ് പൊതുവെ. മാത്രമല്ല ഇവിടെ മെയിൻ്റനൻസ് ഒന്നും ഇവർ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കേടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വന്നതിൻ്റെ അത്രയും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല സെക്കൻഡ് ടൈം കിട്ടിയത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഫസ്റ്റ് ഊട്ടിയിൽ എത്തിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. പക്ഷേ ആ ഒരു എന്താ പറയുക, അന്നത്തെ ആ ഒരു രസം നമുക്കിവിടെ കിട്ടിയില്ല. ഇപ്പം തന്നെ നോക്കാമെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് ചെയ്യുന്ന അവിടെ എല്ലാം മൊത്തത്തിൽ കുളവായി കിടക്കുവാണ്. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. തണ്ടർ വേൾഡിൽ തന്നെ ഫുഡ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഫുഡിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ എരിവായിരുന്നു. കഴിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തണ്ടർ വേൾഡിൽ നിന്ന് വന്നപ്പോൾ തന്നെ താമസിച്ചു. പിന്നെ കുറച്ച് നേരം റൂമിൽ വന്നു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് കുറച്ച് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. നമ്മൾ KFCന്ന് ചെറിയൊരു കപ്പ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വലിയ സെലിബ്രേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു കപ്പ് കേക്കിൽ അത് ഒതുക്കി. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്.
ഇപ്പോൾ രാവിലെ പല്ല് തേച്ചാലുടനെ വിശക്കുക, എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഞാൻ ഇഡ്ഡലി സാമ്പാറും കഴിച്ചു, പുള്ളി പൂരിയും കിഴങ്ങ് കറിയും കഴിച്ചു. ഇനിയും കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഊട്ടിയിലുള്ള ഒരു മുരുകൻ്റെ കോവിലിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുളിച്ച് സെറ്റായിട്ട് മുരുകൻ്റെ കോവിലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ്, നന്ദകുമാർ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾ നമ്മളെ ഇവിടെ അത്യാവശ്യം പെട്ടെന്നൊന്ന് കാണാൻ പറ്റുന്ന കുറച്ച് ഏരിയാസിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ മുരുകൻ്റെ കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇങ്ങനൊരു ടെമ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു ടെമ്പിളിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ എന്നാൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഊട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിളാണിത്. അത്രയ്ക്ക് പീസ്ഫുള്ളാണ് ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ടെമ്പിളിൽ പോയപ്പോഴത്തേക്കും മനസ്സൊന്നും ഓക്കെ ആയി. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് തൊട്ടബെട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഊട്ടിയിലെ ഏറ്റവും പീക്കായിട്ടുള്ള സ്ഥലം, പീക്ക് പോയിൻ്റ് എന്നൊക്കെ പറയാമല്ലോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി ഫുള്ള് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് എന്താ പറയുക, കമ്പിളി വസ്ത്രങ്ങളും അങ്ങനെ ഇഷ്ടം പോലെ ഹോം ഡെക്കർ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ ചുറ്റുമുണ്ട്. നമ്മൾ നടക്കുന്ന അതൊരു മടിപ്പില്ലാതാക്കാനായിട്ട് ഇരുവഴിയിലായിട്ട് കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറുന്ന ആ കയറ്റം നമുക്കൊരു പ്രയാസകരമായിട്ട് തോന്നത്തില്ല. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവൻ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണം ഞാൻ നോക്കി എന്ത് ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനെന്ന്. ഞങ്ങളിതാ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. അങ്ങ് ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഊട്ടി ഫുള്ള് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ ഫുള്ള് ടൂറിസ്റ്റാണ്. നോക്കിയേ, ഇതിൽ കുറേ പേര് കേരളത്തിൽ നിന്ന് വന്നവരാണ്. ഇതോ ആ നിൽക്കുന്ന കപ്പിൾസ് ആയിക്കോട്ടെ, അവിടെ വേറൊരു ഫാമിലി നിൽപ്പുണ്ട്, അവരെല്ലാവരും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. എനിക്ക് ഇത്രയും ടോപ്പിൽ കയറ്റം കയറി വന്നപ്പോഴത്തേക്ക് തണുപ്പൊക്കെ കാരണം എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ മുടിഞ്ഞ തണുപ്പത്തൊരാൾ തണുത്ത ഐസ്ക്രീം കഴിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. పుష్ప అంటే ఫ్లవర్ అనుకుంటువా? ఫైర్.
ഇതാണ് ഊട്ടിയിലെ ഗവൺമെൻറ് നടത്തുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് സമ്മർ ഇൻ ബത്ലഹേം സിനിമയാണ് ഓർമ്മ വന്നത്. ഇവിടുത്തെ ചെടിയൊന്നും പിഴുതുകൊണ്ട് പോകില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഏതെങ്കിലും നല്ല ചെടി കണ്ടു കഴിഞ്ഞാൽ പറിച്ചുകൊണ്ട് വീട്ടിൽ പോകണമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് അത് നടക്കത്തില്ല. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റീസാണ്. ഇതായിരുന്നു എനിക്ക് ഈ ദിവസത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഊട്ടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാനായിട്ട് നമ്മൾ ബസ്സൊക്കെ ബുക്ക് ചെയ്തു, ഫുഡ് കഴിച്ചു. ഇനിയും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്നൊരു ബസ്സുണ്ട് കേരളത്തിലേക്ക്. അപ്പോൾ അതിന് കയറിയിട്ട് നാട്ടിലെത്തണം. നാളെ രാവിലെ അങ്ങെത്തും. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.